ഭയവും വ്യസനവുമില്ലാതെ നിങ്ങൾക്ക് സമാധാനപരമായ ഒരവസ്ഥ കൈവരിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ എന്നിൽ നിന്നുള്ള സന്മാർഗം, ഈ ലോകത്ത് സർവ്വചരാചരങ്ങൾക്കും ജീവിക്കുവാനുള്ള മാർഗം കാണിച്ചു കൊടുത്ത റബ്ബ് ആ മാർഗത്തിനു പുറത്തു മനുഷ്യനൊരു പ്രത്യേക സന്മാർഗം നൽകുന്നു. ഏതാണ് ആ സന്മാർഗം? ബുദ്ധിയും ചിന്തയുമുള്ള മനുഷ്യൻ മരണത്തോടുകൂടി അവന് ജീവിതം നിശ്ചയിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുമ്പിലിരിക്കെ ആ യഥാർത്ഥ ജീവിതത്തിൽ വിജയിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മാർഗദർശനം, ആ മാർഗദർശനം പിൻപറ്റിയാൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞത്. നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്തു മറിയമിലെ 43-ാമത്തെ ആയത്ത് 19-43. യാ അബതി, പൊന്നു പിതാവേ. പിതാവ് എന്നുള്ള എല്ലാ ബഹുമാന ആദരവും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സ്വന്തം പിതാവിനോട് ആദരപൂർവം സ്നേഹപൂർവം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിക്കുന്നു. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, അങ്ങേക്ക് വന്നുപെട്ടിട്ടില്ലാത്ത ഒരു ഇൽമ് എനിക്ക് വന്നുപെട്ടിട്ടുണ്ട്. എന്നെക്കാളും വലിയ ഇൽമ് നിനക്കോ? നീ എന്റെ മോനല്ലടോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അങ്ങേക്ക് വന്നുപെട്ടിട്ടില്ലാത്തൊരു ഇൽമ് എനിക്ക് വന്നുപെട്ടിട്ടുണ്ട്. അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന് ഇബ്രാഹിം നബിയേക്കാൾ ലോകപരിചയമുണ്ട്, ഇബ്രാഹിം നബിയേക്കാളും വയസ്സുണ്ട്, അവിടുത്തെ രക്തത്തിലാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ആ പിതാവിന് കിട്ടാത്ത ഒരു ഇൽമ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫത്തബിഅനി, നിങ്ങൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റണം, അങ്ങ് എന്നെ പിൻപറ്റണം. അഹ്ദിക സിറാത്തൻ സവിയ്യാ, ഞാൻ അങ്ങേക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. ഈ ഇൽമ് ഉപ്പക്ക് കിട്ടാത്ത ഇൽമ് മകന് കിട്ടിയ ഈ ഇൽമ്, ആ ഇൽമ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ചതല്ല, മറിച്ച് മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ നൽകിയ അറിവാണ്. ആ ഹുദയാണ്, ആ നേർമാർഗമാണ്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരല്ല, പ്രദേശത്തിന്റെ പേരല്ല, ഗോത്രത്തിന്റെ പേരല്ല. പേരുകൊണ്ട് ഒരാളും അടിസ്ഥാനപരമായി മുസ്ലിം ആകുന്നില്ല. മുസ്ലിം സൊസൈറ്റിയിൽ മൊത്തത്തിൽ അംഗമാകും, പക്ഷേ അടിസ്ഥാനപരമായി ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈ ലോകത്തിന്റെ സർക്കാവായ നാഥന് സർവവും സമർപ്പിക്കുക വഴി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ക്രൈസ്തവ മതം ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ ബഹുമാന്യരായ ഹൈന്ദവർ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പേരിൽ നിന്നാണ് ഹൈന്ദവത എന്ന പേര് വരുന്നത്. ജൈനമതം, ബുദ്ധമതം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ ഓർമ്മ വരുന്നു. എന്നാൽ ഇസ്ലാം എന്നത് ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു മതവുമല്ല ഇസ്ലാം. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി ആകുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെറ്റും 0 മാർക്കും കിട്ടും. മുഹമ്മദ് റസൂൽ ഒരു മതം സ്ഥാപിച്ചിട്ടേയില്ല. മറിച്ച് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും ഈ ലോകത്ത് ജനങ്ങൾക്ക് നൽകിയ ആ പരിശുദ്ധ ഇസ്ലാം, അതിന്റെ അന്തിമ പ്രവാചകനാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം മനുഷ്യനോളമാണ്, അതിന്റെ പ്രവാചകനാണ് റസൂലുള്ളാഹ്. ആ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞല്ലോ, പേര് കൊണ്ടൊരാളും മുസ്ലിം ആവില്ല എന്ന്. അതെ, അത് അടിസ്ഥാനപരമായി ആ വിശ്വാസത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിം ആകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, ആ പ്രധാനപ്പെട്ട അറിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? പരിശുദ്ധ ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പേരിൽ, സൂറത്തു ദഹ്ർ എന്ന മറ്റൊരു പേരുമുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച സുബ്ഹ്ക്ക് ഓതിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. ആ സൂറത്തിന്റെ തുടക്കം തന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ
മദ്കൂറാ. അതെ, അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം എന്നാണ് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്, മുസ്ലിങ്ങൾക്കുള്ള മാർഗദർശനം എന്നല്ല. മഹാനായ റസൂലുള്ളാഹിയെ പറ്റി പറഞ്ഞത് കാഫത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകൻ എന്നതാണ്. അപ്പോൾ ഇസ്ലാം എല്ലാവരുടേതുമാണ്, എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്, എല്ലാവരുടെയും രക്ഷാമാർഗമാണ്. അത് പൊത്തിപ്പിടിച്ച് നിങ്ങൾക്കാർക്കും തരില്ലെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ആ മാനവരുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ എന്ന പേരിൽ ഒരു അധ്യായം അതെല്ലാ മനുഷ്യന്മാരും പഠിക്കണ്ടേ? മനുഷ്യൻ എന്ന പേരിലുള്ള അധ്യായം എല്ലാ മനുഷ്യന്മാരും പഠിക്കണ്ടേ? ആ അധ്യായത്തിന്റെ ഒന്നാമത്തെ ആയത്താണ് മനുഷ്യന്റെ മേൽ അവൻ അവൾ പറയത്തക്ക ഒന്നുമല്ലാത്ത, പ്രസ്താവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, കാലത്തിൽ നിന്ന് അത്തരം ഒരു ഘട്ടം മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? അതെ, ഞാനും നിങ്ങളും ഒന്നുമല്ലാത്ത, നമ്മളെ കുറിച്ചൊന്നും പറയാനില്ലാത്ത ഒരു കാലഘട്ടം, ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഓഡിറ്റോറിയത്തിലും പരിസരത്തും തടിച്ചുകൂടിയ നമ്മളൊക്കെ ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു? 2 വർഷം കഴിഞ്ഞ് നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മകൾക്കോ നമ്മുടെ ബന്ധുവിനോ ജനിക്കാൻ പോകുന്ന കുട്ടി ഇപ്പോഴെവിടെയാ? ഇല്ലല്ലോ. ശുദ്ധമായ ശൂന്യത ആ കുട്ടിയുടെ പേരിൽ ഇപ്പോഴില്ലേ? ഇതേ ശൂന്യത 100 കൊല്ലം മുമ്പ് എന്റെയും നിങ്ങളുടെയും പേരിലുണ്ടായിരുന്നു. അതെ, 100 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലാത്ത ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പൊ ഇല്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞു പോയിട്ടില്ലയോ? അതേ എന്ന് മാത്രമേ പടച്ചവനില്ല എന്ന് പറയുന്ന ധിക്കാരിക്കും യുക്തിയില്ലാത്ത ആ വാദം പറയുന്നവരും പറയാൻ അതേ സാധിക്കൂ. അതെ, പടച്ചോനെ, ഞാൻ ഇവിടെ ഇല്ലാത്ത, എനിക്ക് അഡ്രസ് ഇല്ലാത്ത, ഫോൺ നമ്പർ ഇല്ലാത്ത ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്ന് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ഒക്കെ നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അതെ, ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഞാനും നിങ്ങളുമല്ല. ടെസ്റ്റ് ട്യൂബ് ശിശു വന്നപ്പോ ചിലർ പറഞ്ഞു, ഇനി എന്തിനാ പടച്ചോൻ, ഇതാ ടെസ്റ്റ് ട്യൂബ് ശിശു വന്നിരിക്കുന്നു. അതെ, എങ്ങനെയാ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകുന്നത്? അതെ, ഗർഭാശയത്തിലുള്ളതുപോലെയുള്ള സംവിധാനം, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു സംവിധാനം ഗർഭാശയത്തിന് പുറത്തുണ്ടാക്കിയാൽ ഒരു കുട്ടിക്ക് അവിടെ ജന്മം നൽകാൻ സാധിക്കും. പക്ഷേ ശാസ്ത്രജ്ഞൻ നമ്മളോട് ചോദിക്കും, ആൺബീജം എവിടെ, പെൺബീജം എവിടെ? ബീജം നമ്മൾ കൊടുക്കണം. അതിനാവശ്യമായ ഒരു സാഹചര്യമേ ടെസ്റ്റ് ട്യൂബ് ശിശുവിലുള്ളൂ. നിങ്ങൾ ശ്രവിപ്പിക്കുന്ന ഇന്ദ്രിയത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്, അതല്ല നാമാണോ സൃഷ്ടികർത്താവ്? അതെ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് മുഴുവൻ നമുക്ക് കൊടുക്കാം. മഗ്നീഷ്യം എത്രയുണ്ട്, ഫോസ്ഫറസ് എത്രയുണ്ട്, മുഴുവൻ കൊടുത്താലും ഒരു ബീജത്തെ സൃഷ്ടിക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. സൃഷ്ടിച്ചു വെച്ച ആൺബീജവും പെൺബീജവും കൊടുത്താൽ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയെന്നാൽ അപ്പോ ടെസ്റ്റ് ട്യൂബ് ശിശു ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ആസ്തിക്യത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തി. ക്ലോണിംഗ് ഒന്നുകൂടി ബോധ്യപ്പെടുത്തി. അതെ, ഇന്നാ ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെ, സൃഷ്ടികർമ്മം നിർവഹിച്ചത് അവനാണ്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്നും. അങ്ങനെ കാഴ്ചയും കേൾവിയും ഒക്കെ നൽകിക്കൊണ്ട് എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? നബ്തലീഹി, നാം അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതത്തെ പറ്റി ലോകത്തിന്റെ രക്ഷിതാവ് പറയുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതം പരീക്ഷണമാകുന്നു. ശരിയാണോ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പറഞ്ഞത് ശരിയാണോ? ജീവിതം പരീക്ഷണമാകുന്നു എന്ന് അള്ളാഹ് പറഞ്ഞത് ശരിയാണോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പറ്റി ഓരോരുത്തരും സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനഃശാസ്ത്രജ്ഞന്റെ മുമ്പിൽ, ഒരു കൗൺസിലറുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും ഹാജരാക്കി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. നമ്മൾ പറയാൻ തുടങ്ങി. നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ എല്ലാം പറയാൻ തുടങ്ങി. അതിങ്ങനെ എഴുതിയാൽ എത്ര പേപ്പറുകൾ വേണ്ടി വരും? നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളുമായി ബന്ധ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങളെല്ലാം രേഖപ്പെടുത്തിയാൽ എത്രയോ പേപ്പറുകൾ വേണ്ടി വരും ഓരോരുത്തരുടെ പ്രശ്നം എഴുതി തീർക്കാൻ. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ നിശ്ചിത ഭാരം നിശ്ചയിച്ചു. സ്ഥിരമായൊരു തലവേദനയുണ്ട്, ഒരു 5 കിലോ ഭാരം. കുട്ടിക്കെപ്പോഴും
വീണ്ടും ഒരു അസുഖം, 5 കിലോ ഭാരം. ഇങ്ങനെ പ്രശ്നങ്ങൾക്കൊക്കെ നിശ്ചിത ഭാരം നിശ്ചയിച്ചു എന്നും കൂടി കരുതുക. ഒരു തുലാസ് കൊണ്ടുവന്നു. തുലാസിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ പ്രശ്നങ്ങൾ വെച്ചു, തുലാസിന്റെ മറുഭാഗത്ത് നമ്മൾ കയറി നിന്നു. എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷനിലൂടെ ഈ മഹത്തായ ആയത്തിന്റെ വിശദീകരണം അതിനെ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. ഞാൻ ഈ പറയുന്ന ഉദാഹരണം, അതെ, തുലാസിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ പ്രശ്നങ്ങളും തുലാസിന്റെ മറുഭാഗത്ത് നമ്മൾ കയറി നിന്നു. എന്ത് സംഭവിക്കും? നമ്മുടെ പ്രശ്നങ്ങൾ വെച്ച തുലാസിന്റെ ഭാഗം താഴോട്ട് തൂങ്ങിയിട്ട് ചങ്ങല ഇങ്ങനെ ഇളകുന്നുണ്ടാകും, താഴത്ത് തട്ടിയിട്ട്. തുലാസിന്റെ മറുഭാഗത്ത് മുകളിൽ നമ്മൾ ടാറ്റ പറയുന്നുണ്ടാകും. അഥവാ നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തെക്കാൾ എത്രയോ വലുതാണ് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളുടെ ഭാരം. ശരിയല്ലേ ഈ പറഞ്ഞത്? ശരിയാവണം, ശരിയാണ്. അതാ പടച്ചോൻ പറഞ്ഞത്. ഈ ആയത്തിന്റെ അർത്ഥം നമ്മളൊക്കെ വിളിച്ചു പറയാറുണ്ട്, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചോനെ. ഇത് പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതെ, ജീവിതം പരീക്ഷണമാണ്. അതൊരു സത്യമല്ലേ? പൂർണ്ണ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരാളുമില്ല. ഒരു സഹോദരി പെരുമ്പാവൂർ ടൗണിൽ ബസ് കാത്തു നിൽക്കുകയാണ്. അവളുടെ ഒരു കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്, മറ്റേ കയ്യിൽ ഒരു വലിയ സഞ്ചിയുണ്ട്, ഭാരമുള്ള ഒരു സഞ്ചി. ആ സഹോദരി വിചാരിക്കുകയാണ്, ആലുവയിലേക്ക് വരാൻ പോകുന്ന ബസ് തിങ്ങി നിറഞ്ഞതായിരിക്കും. ഈ കൈക്കുഞ്ഞിനെയും ഈ വലിയ ഒരു സഞ്ചിയും തൂക്കി ഞാൻ എങ്ങനെയാണ് ബസ്സിൽ കയറുക? കമ്പി പിടിക്കാൻ മൂന്നാമതൊരു കൈ എനിക്കില്ലല്ലോ. ആ ദുരിത യാത്രയെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മുമ്പിലൂടെ ഒരു ലക്ഷറി കാറിൽ ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്ത് ഒറ്റ പോക്ക. ഇവള് ചിന്തിക്കുകയാണ്, അവർക്കൊക്കെ എന്തൊരു സൗകര്യമാണ്. വീട്ടിൽ നിന്നും കാലിൽ അല്പം മൺതരി പോലും ആകാതെ കാറിലേക്ക് അങ്ങ് കയറിയിരുന്ന് അവരുടെ വീട്ടിൽ പോയി ഇറങ്ങിയാൽ മതി. ഞാൻ ഈ കൈക്കുഞ്ഞിനെയും അതേപോലെ തന്നെ ഈ പ്രയാസം നിറഞ്ഞ സഞ്ചിയുമായി എന്റെ ഒരു അവസ്ഥ പടച്ചവനെ എന്നിങ്ങനെ വിചാരിച്ച് അവൾ മറ്റവളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക, അവളുടെ സൗഖ്യത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കാറിലേക്കൊന്ന് കയറി നോക്കാം. അതിൽ ഭാര്യയും ഭർത്താവുമാണുള്ളത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. വിവാഹം കഴിഞ്ഞ പിറ്റേന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, എന്നും പ്രശ്നങ്ങൾ. അവസാനം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഒരു 2 മാസം നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നമ്മളൊന്ന് നോക്കുക, ഒഴിവാക്കൊന്നുമല്ല, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ അവളെയും കൂട്ടി ആ കാറിലേക്ക് കയറ്റിയിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. ബാക്കിൽ കാറിന്റെ പിന്നിലിരുന്ന സഹോദരി ചിന്തിക്കുകയാണ്, വിവാഹത്തിന് മുമ്പ് ആ സഹോദരിയുടെ മനസ്സിൽ വിവാഹത്തെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകൾ ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അവസാനം തലവേദന വന്ന് തലക്ക് കൊടുത്ത് പുറത്തേക്ക് നോക്കുമ്പോണ്ട് ആലുവയിൽ നമ്മൾ പറഞ്ഞ ആ സഹോദരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു കൈക്കുഞ്ഞിനെ എടുത്ത്. കാറും വേണ്ട, ഒന്നും വേണ്ട, അവളെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇവക്ക് കാറിന് ഇറങ്ങിയാ സമാധാനം, ഓൾക്ക് ഇങ്ങോട്ട് കേറിയാ സമാധാനം. അതെ, അവിടെ സമാധാനമുണ്ട്, ഇവിടെ സമാധാനമുണ്ട്. പണം ഉണ്ടെങ്കിൽ സമാധാനമായി, അങ്ങനെയാണെങ്കിൽ സമാധാനമായി. ഒരു രണ്ടാളും പോകുന്നത് കണ്ടില്ലേ? ഭാര്യയും ഭർത്താവും. ഇന്റെ ഒരു കാര്യം ഓരോട് ചോദിക്കണം, അവരെ കാര്യം. അപ്പോ അവിടെ ഇവിടെ എവിടെയും സമാധാനമില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇത് പൂർണ്ണതയുടെ ലോകമല്ല, ഇത് പൂർണ്ണ സംതൃപ്തിയുടെ സമാധാനത്തിന്റെ ലോകമല്ല, മറിച്ച് പൂർണ്ണത ഇവിടെ കിട്ടുന്ന പ്രശ്നമില്ല. കാരണം ഇത് ജീവിതം പരീക്ഷണമാണ്. നബ്തലീഹി, നാം അവളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഈ ലോക ജീവിതം പരീക്ഷണമാണ്. പരീക്ഷ കഴിഞ്ഞാൽ ഒരു നഴ്സറി കുട്ടിയോട് നിങ്ങൾ ചോദിക്ക്, പരീക്ഷ കഴിഞ്ഞാൽ ആ നഴ്സറി കുട്ടി ഉത്തരം പറയും, ഉപ്പ ഉമ്മ റിസൾട്ട് വരണം. പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരണം. അതെ, അടുത്ത മാർച്ച് മാസത്തിൽ SSLC പരീക്ഷക്ക് വാല്യുവേഷനും റിസൾട്ടും ഇല്ലെന്ന് മന്ത്രി പറഞ്ഞാൽ ഒരൊറ്റ കുട്ടി പരീക്ഷക്ക് പോവുമോ? ഇല്ല. പരീക്ഷയുടെ അനിവാര്യ താല്പര്യമാണ് റിസൾട്ട്. എങ്കിൽ ജീവിതമാകുന്ന പരീക്ഷ കഴിഞ്ഞാൽ, ജീവിതമാകുന്ന ഞാനും നിങ്ങളും സമ്മതിച്ചു ജീവിതം പരീക്ഷണമാണെന്ന്. ഈ ജീവിതമാകുന്ന പരീക്ഷ കഴിഞ്ഞാൽ ചിലർ പറയുന്നു പിന്നീടൊന്നുമില്ല, വട്ടപൂജ്യമാണ്. വട്ടപൂജ്യം എന്ന ഉത്തരം ഒരു യഥാർത്ഥം പറഞ്ഞാൽ വിഡ്ഢിത്തമാണ്. ആ ഉത്തരം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ജീവിതമാകുന്ന പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ കുറെ വികലാംഗര്, പട്ടിണി പാവങ്ങള്, ധാരാളം ഉപകാരങ്ങൾ ചെയ്ത ആളുകള്, സേവനങ്ങൾ ചെയ്ത ആളുകള്, ഇവരൊക്കെ മരിച്ചാ പിന്നെ മണ്ണോട് ചേർന്ന് പിന്നീട് ഒന്നുമില്ല. എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അനീതി ലോകത്തുണ്ടോ? അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ അനീതി ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഈ ലോക ജീവിതം പരീക്ഷണമായ ലോക ജീവിതം
ജീവിതം കഴിഞ്ഞ് ഒരു യഥാർത്ഥ ജീവിതം അനിവാര്യമാണ്. അത് ലോകത്തിന്റെ സർക്കാവ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. ഇന്ന് മഗ്രിബിന് 3 പ്രാവശ്യം നമ്മൾ ഓതി. ശേഷം ഇശ നിസ്കരിച്ചവർ വീണ്ടും 2 പ്രാവശ്യം ഓതി. ഒരു പ്രാവശ്യം ഒരു ദിവസം തന്നെ ആവർത്തിച്ച് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. എന്തിനാ സ്തുതി പറയുന്നത്? കാരണം 1 റബ്ബുൽ ആലമീൻ, 2 അർ റഹ്മാൻ, 3 അർ റഹീം, 4 മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. മരണാനന്തരം ഒരു ജീവിതം നിശ്ചയിച്ചിരിക്കുന്നു നാഥൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഈ പരീക്ഷണം കഴിഞ്ഞ്, ഈ വേദനകൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച്, ഇതെല്ലാം കഴിഞ്ഞ കണ്ണീരിന്റെ ലോകം, ആരാധനയുടെ ലോകം, തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യാതെ നിന്റെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക്, ക്രൂരതകൾ ചെയ്യുന്നവർക്ക് ശിക്ഷ, അതെല്ലാം നിശ്ചയിച്ച ആ മാലിക് യൗമിദ്ദീൻ, അവനാണ് സ്തുതി. അപ്പോൾ പരലോകം നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ അല്ലാഹുവിനെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. കാരണങ്ങളിൽ 1 മാലിക് യൗമിദ്ദീൻ, ആ മരണാനന്തര ജീവിതം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആശ്വാസത്തിന്റെ സന്ദേശം. നമുക്ക് കുളിർമ നൽകുന്ന സന്ദേശത്തിൽ 1 അതാണ്. മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കും. ആ ജീവിതത്തെ അന്ധമായി വിശ്വസിക്കാനല്ല ഇസ്ലാം പറയുന്നത്, മറിച്ച് ശാസ്ത്രത്തിലൂടെ, ചരിത്രത്തിലൂടെ, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ, അങ്ങനെ പല പല മേഖലകളിലൂടെ പരിശുദ്ധ ഖുർആൻ നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്. പരിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്ത് ഖാഫിലെ 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അതുകൊണ്ട് അഥവാ മഴ കൊണ്ട് നാം ജീവിപ്പിക്കുന്നു. ബൽദത്തം മൈതൻ, മയ്യത്തായി കിടക്കുന്ന, ശവമായി കിടക്കുന്ന ഭൂമിയെ, അതെ, ഒന്നും മുളക്കില്ലെന്ന് നമ്മൾ വിധി എഴുതുന്ന ഭൂമിയിലേക്ക് മഴ പെയ്താൽ, ആ ക്രിക്കറ്റിന്റെ പിച്ചിൽ നിന്ന്, ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് വറ്റി വരണ്ട് വെണ്ടുകീറി കിടക്കുന്ന ആ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ ആ മണ്ണിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത് ആ ഈർപ്പം വലിച്ചെടുക്കുകയും അത് സൂര്യപ്രകാശവുമായി യോജിച്ചു വരികയും ചെയ്താൽ സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, ആ മണ്ണിനൊരു ചലനമുണ്ടാകുന്നു. അതെ, വിത്ത് മുളക്കുമ്പോൾ മണ്ണൊന്ന് ഇളകില്ലേ, വെണ്ടുകീറുന്നത് പോലെ. തീർച്ചയായും അതിനെ ജീവിപ്പിക്കുന്നവൻ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര സുവ്യക്തമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ആലുവയിലും പെരുമ്പാവൂരിലും മരണപ്പെടുന്ന ആളുകളെ കബറടക്കുന്ന കബർസ്ഥാനില്ലേ, ആ കബർസ്ഥാന്റെ സമീപത്തുകൂടി പോകുമ്പോ ഈ മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഇനി രണ്ടാമത് എഴുന്നേറ്റ് വരുമോ? മദ്രസയിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, നാളൊരു വയലിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഉണ്ടോ ആവോ, ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം. ഈ നിസ്സാരമായ വിശ്വാസം വേണ്ട. ആരോടാ നിന്നോട് അങ്ങനെ വിശ്വസിക്കാൻ ആരാ പറഞ്ഞത്? അതെ, ആ മരിച്ചു കിടക്കുന്ന ആളുകൾ എഴുന്നേറ്റ് വരുന്നത് ഏതുപോലെയാണ്? ഇതാ ഈ ജീവിതത്തിനൊക്കെ ഉദാഹരണം തരുന്നു. മഴ വരുമ്പോ വറ്റി വരണ്ട ഭൂമിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു സസ്യം മുളച്ചു വരുമെന്ന്. എന്നാൽ മഴ പെയ്യുമ്പോ അതാ ഭൂമി പച്ച പിടിച്ചതായി നീ കാണുന്നില്ലേ? അതേപോലെയാണ് പുറപ്പാട്. പടച്ചവന്റെ വിളിയാളം ഉണ്ടാകുമ്പോ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയുടെ മുകളിലായ മണ്ണ് തട്ടിയിട്ട് ലോകത്തിന്റെ നാഥന്റെ അടുത്തേക്കുള്ള പോക്ക് അതുപോലെയാണ്. അതെ, ലോകത്തിന്റെ സൃഷ്ടാവ് എത്ര വ്യക്തമായിട്ടാ പഠിപ്പിക്കുന്നത്. ഇലൈഹി മർജിഉകും ജമീഅ, നിങ്ങൾ കൂട്ടമായി അവങ്കലേക്ക് മടക്കപ്പെടും. വഅദല്ലാഹി ഹഖ്ഖാ, അത് അല്ലാഹുവിന്റെ സത്യമായ വാഗ്ദാനമാണ്. ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സംശയമുണ്ടോ? നിങ്ങൾ എല്ലാവരും പടച്ചവന്റെ അടുത്തേക്ക് മടക്കപ്പെടുമെന്ന് പറയുമ്പോൾ സംശയമുണ്ടോ? എങ്കിൽ ഇന്നഹു യബ്ദഉൽ ഖൽഖ്, അവനാണ് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ. സുമ്മ യുഈദുഹു, പിന്നീട്
പിന്നീട് അവൻ അതിനെ ആവർത്തിക്കുന്നു. അതെ, ഇല്ലാത്തതിൽ നിന്നും ഉണ്ടാക്കിയവനാണ് അവൻ. നിങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ? എന്താ നിങ്ങൾ പടച്ചോനെ പറ്റി മനസ്സിലാക്കിയത്? ഈ കോടാനുകോടി ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ച് പടച്ചോനാകെ ക്ഷീണിച്ചു പോയി, ഇനി പടച്ചവനെ കൊണ്ട് സാധ്യമല്ലെന്നാണോ മനസ്സിൽ തറക്കുന്ന ചോദ്യമല്ലേ അത്? അതെ, ഒന്നാമതായി സൃഷ്ടിച്ച നാഥനാണ് രണ്ടാമതും സൃഷ്ടിക്കുമെന്ന് പറയുന്നത്. പത്രം ഓഫീസുകളൊക്കെ ഇപ്പോൾ വളരെ സജീവമാണ്. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ 5 മണിയോടുകൂടി ഓഫീസുകളൊക്കെ അടച്ച ആളുകൾ വീട്ടിൽ പോകും, ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോകും. എന്നാൽ പത്രം ഓഫീസ് സജീവമാകുന്ന സമയം 5 മണിയാ. എന്തേ അവരുടെ ദൗത്യം? രാത്രി 12:30 മണി 1 മണിയാകുമ്പോഴേക്കും ഒരു കോപ്പി പത്രം തയ്യാറാകണം. ആ ഒരു കോപ്പി പത്രത്തിൽ വാഷിംഗ്ടണിൽ നിന്ന് അവസാനത്തെ ന്യൂസ് വരണം, ഇറാഖിൽ നിന്ന് വരണം, കാശ്മീരിൽ നിന്ന് വരണം, ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് നിന്ന് വരണം, പ്രാദേശിക തലത്തിൽ നടന്ന പരിപാടികൾ വരണം. ചരമഗോളത്തിൽ 12:30 മണിക്ക് മരിച്ചാൽ 1 മണിക്ക് മരിച്ചാലും ഫോട്ടോ സഹിതം തന്നെ വരണം. അതെല്ലാം റെഡിയാക്കി ഒരു കോപ്പി പത്രം തയ്യാറാക്കണം. ആ ഒരു കോപ്പി പത്രം തയ്യാറാക്കാൻ ആയിരക്കണക്കിന് ലേഖകന്മാർ, ഇന്റർനെറ്റ് സംവിധാനം, ഉപഗ്രഹങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഒരു കോപ്പി പത്രം തയ്യാറായാൽ ചീഫ് എഡിറ്ററും സബ് എഡിറ്ററും ഒന്നും കാണാനില്ല. അവരൊക്കെ വേഗം വീട്ടിലേക്ക് പോകും. പിന്നീട് പ്രിന്റിംഗ് വിഭാഗം മാത്രം പ്രവർത്തിക്കും. എന്തേ വിഷയം? ഒരു കോപ്പി പത്രം തയ്യാറായി കഴിഞ്ഞാൽ ഒരൊറ്റ ബട്ടൺ, എത്ര? 1,00,000 കോപ്പി പുറത്തേക്ക് അങ്ങോട്ട് വരും. അപ്പൊ ഈ ഒരു കോപ്പി പത്രം തയ്യാറാക്കാനാ പ്രയാസം. ഇതേപോലെ സഹോദര, എന്നെയും നിങ്ങളെയും ഒക്കെ ഒന്നാമത് സൃഷ്ടിച്ച് കഴിഞ്ഞു. ആ സൃഷ്ടിപ്പ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട നിന്നെ കാണുന്നില്ലേ? ആ ഒന്നാമത്തെ സൃഷ്ടിപ്പ് നിർവഹിച്ചവനാ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ? നിങ്ങൾ എന്താ മനസ്സിലായോ? നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. നീ ഇവിടെ ഉണ്ടെന്ന് നീ അറിഞ്ഞത് എപ്പോഴാ? ഞാൻ ഈ ലോകത്തുണ്ട് ഞാൻ അറിഞ്ഞത് എപ്പോഴാ? 6 7 വയസ്സായപ്പോയെ എന്റെ പേര് സലീം എന്നാണല്ലേ, ഉമ്മ ഇപ്പം സലീം എന്നാ പേരിട്ടത്, ഞാനിവിടെ ഉണ്ടല്ലേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് ഇത്തിരി ഒരു ബോധം വെക്കുമ്പോഴല്ലേ. അപ്പോൾ എന്നോട് ചോദിക്കാതെ എന്നെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവാണ് പറയുന്നത്. ഈ സൃഷ്ടികർമ്മം നിർവഹിച്ച നാഥൻ മരണത്തോടുകൂടി വീണ്ടും ജീവിതം നിശ്ചയിച്ചിരിക്കുന്നു. നിഷേധിക്കാൻ എന്ത് ന്യായം? പരിശുദ്ധ ഖുർആനാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അല്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. ആ ഒരു മൂജിസത്തല്ല നമ്മുടെ കയ്യിലുള്ളത്, അത് അന്നത്തെ കാലത്ത് കാണിച്ച മൂജിസത്താണ്. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അതെ, ഞാൻ പറയുന്നത് പരലോകം സത്യമാണ്, ഇസ്ലാമാണ് ശരി, അതിനയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. ഇതാ കണ്ടോ, മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു, വെള്ളപ്പാണ്ടിന്റെ അസുഖം മാറി, അങ്ങനെ എന്തെല്ലാം മൂജിസത്തുകൾ. അതിനെല്ലാം പകരമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു മൂജിസത്ത്, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ. വടി നിലത്തിട്ടാൽ പാമ്പാകുന്നത് പോലെയുള്ള അത്ഭുതം, ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം, ആ അത്ഭുതങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ പരിശുദ്ധ ഖുർആനാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. അതെ, പരിശുദ്ധ ഖുർആനിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുപ്പിൽ നിന്നും പോലും ഉറവ് പൊട്ടിയിട്ട് ആ സമൂഹത്തെ വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിച്ചു. വിശ്വാസികളെയും എല്ലാ ജീവികളിൽപ്പെട്ട ഒരു ജോഡി ഇണകളെയും ഒഴികെ ബാക്കി എല്ലാറ്റിനെയും നശിപ്പിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ചരിത്ര സംഭവമല്ലേ അത്? അതെ, എങ്കിൽ ആ ചരിത്രം ഖുർആനിലൂടെ നമ്മൾ ഓതുമ്പോൾ ഇപ്പോഴിതാ മുസ്ലിങ്ങളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ ജൂതി പർവ്വത നിരകളിൽ, അറാറ പർവ്വത നിരകളിൽ നിന്ന് കണ്ടെത്തിയ മരക്കഷണങ്ങൾ, അവർ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. ഈ പർവ്വതത്തിന്റെ മുകളിൽ എങ്ങനെ മരക്കഷണം എത്തി, ഇതെവിടുന്നെത്തി? അവർ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി നമ്മോട് പറഞ്ഞു, ഇത് കപ്പലിന്റെ അവശിഷ്ടമാണ്, ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വീണ്ടും ഗവേഷണം പറഞ്ഞു, ഇത് ഖുർആനിൽ പറഞ്ഞ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ അവശിഷ്ടമാണ്, ബൈബിളിൽ പ്രതിപാദിച്ച നോഹയുടെ കപ്പലിന്റെ അവശിഷ്ടമാണ്. മുസ്ലിങ്ങളല്ലാത്തവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആവേശത്തോടു കൂടി പറയും, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആ
പ്രളയത്തെക്കുറിച്ചും അതിലെ കപ്പലിനെ കുറിച്ചും ഖുർആൻ പറയുന്നു. ഇപ്പൊ ഇതാ കപ്പൽ കണ്ടെത്തിയിരിക്കുന്നു, അതിന്റെ മരക്കഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഖുർആൻ സത്യല്ലേ? കണ്ടോ, ഞങ്ങളുടെ കയ്യിലുള്ളത് ഖുർആൻ സത്യം തന്നെ. അതുകൊണ്ട് ഖുർആൻ സത്യം തന്നെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലത്തെ സംഭവം സത്യം തന്നെ എന്ന് പറയാൻ നമുക്ക് എന്തൊരു ആവേശമാണ്. ആവേശം വേണം, താല്പര്യം വേണം. അറിയുക, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അത് സത്യമാണ്, നമ്മൾ ഇപ്പോഴറിയുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവം സത്യമെങ്കിൽ, ഖുർആൻ സത്യമെങ്കിൽ അറിയുക, ആ ഖുർആൻ തന്നെയാണ് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. അതെങ്ങനെ സത്യമല്ലാതായി പോകുന്നത്? ആ ഖുർആൻ തന്നെയാണ് മരണാനന്തര ജീവിതമുണ്ടെന്ന് പറഞ്ഞത്. ആ ഖുർആൻ തന്നെയാണ് നരകമുണ്ടെന്ന് പറഞ്ഞത്. ഇത് മാത്രം എങ്ങനെ സത്യമല്ലാതായി പോകുന്നു? പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ൽ എടുക്കൂ. സൂറത്ത് നഹ്ലിൽ തേനീച്ചയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ പരാമർശത്തിൽ തേനീച്ചയെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ സ്ത്രീലിംഗമാണ് പ്രയോഗം. കുലി, അവള് കുടിക്കുന്നു, അവൾ 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 എന്നാണ് പ്രയോഗം. സോളജി പഠിക്കുമ്പോ ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മോട് പറയുന്നു, തേനീച്ചയുമായി ബന്ധപ്പെട്ട സർവ്വ ജോലികളും എടുക്കുന്നത് പെൺ തേനീച്ചകളാണ്. എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസമില്ലാത്ത റസൂലുള്ള ഇത് പറയുന്നത്? ഇത് വെച്ച് നമ്മൾ പറയും, കണ്ടോ, അന്ന് റസൂലുള്ള അത് പറഞ്ഞു, അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ വചനങ്ങളല്ല ഇത്, പടച്ചവന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഖുർആൻ സത്യമാണ്, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അതെ, ആ ഖുർആനാണ് നരകമുണ്ടെന്ന് പറഞ്ഞത്, ആ ഖുർആനാണ് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യതിചലിച്ചു. ഒപ്പം തന്നെ സ്വർഗ്ഗരതി, പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വൃത്തികെട്ട ലൈംഗിക ബന്ധം നടന്നു അവിടെ. മഹാനായ പ്രവാചകൻ ആ സാമൂഹ്യ തിന്മക്കെതിരെ ശക്തമായി ശബ്ദിച്ചു. അദ്ദേഹം വിവാഹത്തിൽ, പടച്ചവൻ നിശ്ചയിച്ച വിവാഹത്തിലേക്ക് മടങ്ങാൻ പറഞ്ഞു. സമൂഹം അംഗീകരിച്ചില്ല. അഹ്രിജൂഹും മിൻ ഖറിയ, നിങ്ങൾ കുറെ ശുദ്ധന്മാരായ ആൾക്കാരേ, ആണും പെണ്ണും തമ്മിലൊന്നും പറ്റൂല, ഇവിടെ നിന്ന് പോയാട്ടെ, ഈ നാട്ടിൽ നിന്ന് മാറിയാട്ടെ, കുറെ ശുദ്ധന്മാർ. ലഹും ഫീ സക്രതിഹിം യഅമഹൂൻ, അവർ ആ ലഹരിയിൽ മുഴുകിപ്പോയി എന്നാണ് പറഞ്ഞത്. ആ തിന്മയിൽ തന്നെ ആ സമൂഹം നിലനിന്നപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. തീർന്നില്ല, ആ നശിപ്പിച്ച് കളഞ്ഞതിന്റെ അത് ദൃഷ്ടാന്തമാക്കി ലോകത്ത് നിലനിർത്തുമെന്ന് പറഞ്ഞു. ഇന്നും ഈജിപ്തിൽ നമുക്കത് കാണാം. ഡെഡ് സീ, ചാവുകടൽ, കുട്ടികൾ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. നെറ്റിൽ പോയാൽ അതിന്റെ ചുറ്റുഭാഗവും നമുക്ക് കാണാം. സസ്യങ്ങളൊന്നും വളരുന്നില്ല, ജലത്തിന്റെ സാന്ദ്രത കൂടിയിട്ട്. അവിടെ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മൾ ആണ്ടുപോവില്ല, അവിടെ മുകളിൽ പൊങ്ങി നിൽക്കും. എന്തേ കാര്യം? അതെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹ് നശിപ്പിച്ചത്. നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോഴും ചാവുകടൽ അവിടെയുണ്ട്. അതെ, ചാവുകടൽ നമ്മളോട് പറയുന്നു ഖുർആൻ സത്യമാണ്. അതെ, ആ ഖുർആനാണ് മരണാനന്തരം ജീവിതമുണ്ടെന്ന് പറഞ്ഞത്. അത് മാത്രം ശരിയല്ലെന്നാണോ? അത് മാത്രം സത്യമല്ലെന്നാണോ? അതെ, ഖുർആനിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ മനസ്സിന് തൃപ്തികരമായി ഉൾക്കൊള്ളാൻ കഴിയും. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത് സമർത്ഥിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ആ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതം, അതാണ് ജീവിതം. അവിടെ വരാൻ പോകുന്ന ഓരോന്നും, പരലോകം എന്നത് പ്രത്യേകമായൊരു വിഷയമാണ്. നമ്മുടെ ഈ വിഷയത്തിൽ ഇത് പരാമർശിച്ച് അല്പം പറയാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അവിടെ വരാൻ പോകുന്ന നരകവും സ്വർഗവും കേവലം സങ്കല്പങ്ങളല്ല, അത് യാഥാർത്ഥ്യങ്ങളാണ്. മരണാനന്തര ജീവിതത്തെപ്പറ്റി, നരകസ്വർഗങ്ങളെ പറ്റി നിഷേധിക്കുന്ന ആളുകളോട് പരിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ അധ്യായം അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നമുക്ക് പരിചയമുണ്ട്. അതിൽ മരണാനന്തര ജീവിതത്തെ പറ്റി ഖുർആനിനെ കുറിച്ചാണെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ആശയം ഒന്നു തന്നെ. അതിൽ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ അതിൽ ഭിന്നാഭിപ്രായക്കാരാണെന്ന് പടച്ചവൻ പറഞ്ഞു വെച്ചതിന് ശേഷം പരലോകത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ശരിയാക്കി കളയുമെന്നല്ല പറഞ്ഞത്. മറിച്ച് മരണാനന്തര ജീവിതത്തെ പറ്റി സംശയമുള്ളവരുടെ മുമ്പിൽ 10ഓളം ദൃഷ്ടാന്തങ്ങൾ, അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ എന്ന് തുടങ്ങി 10ഓളം ദൃഷ്ടാന്തങ്ങൾ. ഒരാൾ ഭൂമിയുടെ ഒരരികിൽ നിന്നും ചുറ്റുഭാഗത്തേക്കും നോക്കിയാൽ കാണുന്ന 10ഓളം ദൃഷ്ടാന്തങ്ങൾ. ഭൂമിയെ വിരിപ്പാക്കിയില്ലയോ, അതേപോലെ തന്നെ പർവ്വതങ്ങളെ ആണികളാക്കി മാറ്റിയില്ലയോ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചില്ലയോ, ഉറക്കിനെ വിശ്രമമാക്കിയില്ലയോ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയുന്നു. അക്കൂട്ടത്തിൽ കാണാം വജഅൽനാ സിറാജൻ
കത്തിജ്വലിക്കുന്ന വിളക്കിനെ നാം ആക്കിയില്ലയോ? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സൂര്യനെ കുറിച്ച്. ഏതൊരു ഭൂമിയിൽ വെച്ചാണോ നരകമുണ്ടോ എന്ന് മനുഷ്യൻ സംശയിക്കുന്നത്, അതേപോലെയുള്ള 13 ലക്ഷത്തിൽ പരം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമാണ് സൂര്യൻ. സൂര്യന്റെ വലിപ്പം എത്രയാ? ഒരു ഭൂമിയോ 2 ഭൂമിയോ അല്ല, 10, 20, 100, 200, 1000, 2000 ഭൂമികളല്ല, മറിച്ച് 13 ലക്ഷത്തിൽ പരം ഭൂമികൾ സൂര്യനിൽ കൊള്ളും. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ജീവിക്കുന്ന പഞ്ചായത്ത്, നമ്മൾ ജീവിക്കുന്ന മുനിസിപ്പാലിറ്റി നമ്മൾ കണ്ടു തീർന്നിട്ടുണ്ടോ? ബൈക്കിൽ ഇങ്ങനെ ഇതിലൂടെ ഒരു കട്ട് റോഡ് ഉണ്ടോ? ഈ 50 വയസ്സായി, ഇങ്ങനെ ഒരു റോഡുള്ളത് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു വഴിയുള്ളത് എനിക്കറിയില്ല എന്ന് പറയുന്നവരാ നമ്മള്. സ്വന്തം പഞ്ചായത്ത് പോലും കണ്ടു തീരാത്തവർ. നമ്മൾ പരലോകമുണ്ടോ? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നീ ആരാ? നിന്റെ ഉൾക്കൊള്ളലിന് ഇവിടെ എന്താ സ്ഥാനം? ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ നമ്മൾ ജീവിക്കുന്ന ഭൂമി, ആ ഭൂമിയെ പോലെ 13 ലക്ഷത്തിൽ പരം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമായ സൂര്യനെ പടച്ചോൻ സൃഷ്ടിച്ചു ഇല്ലേ? ആ സൂര്യനെ എത്ര ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. 13 ലക്ഷത്തിൽ പരം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമായ സൂര്യനെ എത്ര ചെറുതായിട്ട് കാണുമ്പോ അതെത്ര പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും. എന്നിട്ട് പോലും പകൽ സമയത്ത് അല്പസമയം ആ സൂര്യനെ നോക്കി നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? കണ്ണ് ഇരുട്ട് കയറിപ്പോകും, ചിലർ ബോധം കെട്ട് വീഴും ഇല്ലേ? എങ്കിൽ ആ സൂര്യന്റെ സൃഷ്ടാവ്. ഇനിയോ സൂര്യൻ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തിൽ നിന്നും സൂര്യൻ അല്പം താഴോട്ട് വന്നാൽ ഈ ഭൂമി കരിഞ്ഞു പോകും. 2009 ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ വായിച്ചു വാർത്ത. പാലക്കാട്ട് വേറെ ചില ജില്ലകളിലും സൂര്യാഘാതം, ചൂട് താങ്ങാൻ കഴിയാതെ തൊലി ഉരിഞ്ഞു പോന്നു നമ്മുടെ സംസ്ഥാനത്ത്. അതെ, അങ്ങനെയായിട്ട് പോലും സൂര്യൻ ഇത്തിരി താഴോട്ട് വന്നാൽ കരിഞ്ഞു പോകും നമ്മൾ. സൂര്യൻ ഇപ്പോഴുള്ള ഭ്രമണപഥത്തിൽ നിന്നും അല്പം മുകളിലോട്ട് നീങ്ങിയാൽ തണുത്ത് വിറങ്ങലിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും കൃത്യമായ സ്ഥാനത്ത് ഇത്രയും വലിയ സൂര്യനെ സൃഷ്ടിച്ച, തീഗോളത്തെ സൃഷ്ടിച്ച ആ പടച്ചോന നരകമുണ്ടെന്ന് പറഞ്ഞത് വിധി. സംശയമുണ്ടെങ്കിൽ ആകാശത്തേക്ക് നോക്ക്. ആ സൂര്യനെ നീ സൃഷ്ടിച്ചതാണോ? നീ ഇവിടെ മനുഷ്യർ സൃഷ്ടിച്ചതാണോ? അതിന്റെ സൃഷ്ടാവാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നരകത്തെ കുറിച്ച് ഖുർആനിലൂടെ പഠിക്കണം, ഉൾക്കൊള്ളും. രാത്രി അറിയാതെ എഴുന്നേറ്റ് പോകും. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളിൽ പലപ്പോഴും ഒറ്റയ്ക്ക് എഴുന്നേൽക്കും. എന്നിട്ട് അവിടുന്ന് പറയും, അന്നാറു ഹഖ്കുൻ, പടച്ചവനെ നരകം സത്യമാണ്. അൽ ജന്നത്തു ഹഖ്കുൻ, പടച്ചവനെ സ്വർഗം സത്യമാണ്. വേറെ ആരും കേൾക്കാനില്ല, സ്വന്തത്തോടായി പറയുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, അവിടുത്തെ ഉറപ്പാണ്. മരണമെന്നത് സത്യമാണെങ്കിൽ മരണാനന്തര ജീവിതവും സത്യം തന്നെ എന്ന് ആ ഒരു ബോധ്യം ഖുർആനിലൂടെയാ നമ്മൾ വരുത്തേണ്ടത്. സ്വർഗം അല്ലെ? ചില മാസങ്ങൾ വന്നാൽ ക്ലാസ്സുകളിലൊക്കെ വ്യാപകമായ ചർച്ചയാ, എവിടാ ടൂറിന് പോകേണ്ടത്. കുട്ടികൾ തമ്മിൽ ഭിന്നിപ്പാകും. മലമ്പുഴ എത്ര കാലായി, മലമ്പുഴ, നിങ്ങളൊരു മലമ്പുഴ. ഇപ്രാവശ്യം തേക്കടി ആയിക്കോട്ടെ, ഊട്ടി ആയിക്കോട്ടെ, കാശ്മീർ ആയിക്കോട്ടെ, ഇങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങൾ കുട്ടികൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. എന്നിട്ട് അതിന്റെ ഫിനാൻസും കാര്യമൊക്കെ നിശ്ചയിച്ച് ഒരു സ്ഥലം നിശ്ചയിക്കും. ആവശ്യമെങ്കിൽ വോട്ടെടുപ്പും നടത്തും, അല്ലെങ്കിൽ നറുക്കെടുപ്പ് നടത്തും. എന്നിട്ട് ഒരു സ്ഥലം സ്റ്റഡി ടൂർ നിശ്ചയിക്കും. എന്തൊരാവേശമായിരിക്കും കുട്ടികൾക്ക് പോകാനല്ലേ? എന്താണ് ഈ മലമ്പുഴയിലുള്ളത്? എന്താണ് ഊട്ടിയിലും തേക്കടിയിലും ഉള്ളത്? അതെ, വിശാലമായ പ്രദേശം, പച്ച പിടിച്ച പ്രദേശം, ഇടക്ക് മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബസ് അവിടെ നിർത്തി, കുട്ടികളെല്ലാവരും അങ്ങോട്ട് കയറി കുറച്ച് അവിടെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. ആ പൂക്കൾ കണ്ടു. അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞു, 6 മണിയായി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, പോകണം. ഒരിത്തിരി കാറ്റ് കൊള്ളാൻ, ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ, അതിനപ്പം ഇത്രയും യാത്ര ചെയ്ത് പോയത്. 1000 മുടക്കി ഒരു ദിവസം പ്രത്യേകം ഏർപ്പാടാക്കി പോവുകയാണ്. എന്തിന്? ഇത്തിരി കാറ്റ് കിട്ടാൻ. പച്ചയിലേക്ക്, തണുപ്പിലേക്ക്, കാറ്റിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു അല്ലേ? ഇനി ആ ടൂറ് പോകുന്നതിനിടക്ക് ആ ബസ്സിന് മുമ്പ് ഒരാൾ ഛർദിച്ച്, ബാക്കിലുള്ള ആളെ വായിൽ മറ്റേ ആളെ പിന്നെ ചോറിന്റെ ആ വറ്റ്
ടൂർ പോകുമ്പോഴാ ഛർദിക്കാൻ കണ്ടത്. നോക്കൂ, ആ ഒരു സന്തോഷത്തിന് പോകുമ്പോ അതിൽ പോലും മനുഷ്യന് ടെൻഷനാണ്. ഒന്ന് ഛർദിച്ച കയ്യില്. ഇനി അവിടെ എത്തിയപ്പോ കുറച്ച് കുട്ടികൾ ഏതായാലും ടൂറൊക്കെ വന്നല്ലേ, ഒരു പൊറാട്ട ഇറച്ചും കഴിച്ചു കളയാം. നേരെ കേറി ഇറങ്ങി നോക്കുമ്പോ ഒരു പൊറാട്ടക്ക് 36 റുപ്യ. പിന്നെ ആ ടൂറിനെ പറ്റി ആകെ ഓർമ്മ വരിക 36 റുപ്യ ഒരു പൊറാട്ട. ആലോചിച്ചുകൂടാ. ഇങ്ങനെ എന്തെല്ലാം പരിമിതികളുണ്ട് നമ്മുടെ ഈ ലോകത്തിന്. ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴോ കുട്ടികളുടെ ചർച്ച ഒന്ന് ഹോസ്റ്റലിൽ എത്തിക്കിട്ടിയാൽ മതി, ഒന്ന് വീട്ടിൽ എത്തിക്കിട്ടിയാൽ മതി, ഡ്രസ്സൊക്കെ ഒന്ന് കഴിച്ച് കുളിച്ച് ഒന്ന് ഉറങ്ങിയാൽ മതി. അങ്ങോട്ടെത്ര ടെൻഷൻ, ഇങ്ങോട്ടെത്ര ടെൻഷൻ. എന്നാലും ആളുകൾ പോകും അല്ലേ? കുട്ടികളൊക്കെ ഉപ്പ അവിടെ പോവുക, ഇവിടെ പോവുക, അല്ലേ? പച്ചയിലേക്ക്, തണുപ്പിലേക്ക്, കാറ്റിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു. ഇനി നമ്മുടെ കയ്യിൽ അല്പം പണം കൂടുതലുണ്ടെങ്കിൽ വീടിന്റെ ഒരു മൂലയിൽ വലിയൊരു മൺകൂനയുണ്ടാക്കി അതിൽ പുല്ല് ശരിക്കും വെച്ച് പിടിപ്പിച്ച് ഇടക്ക് 4 പാറക്കഷ്ണങ്ങളും വെച്ച് ഇടക്കൊരു പൈപ്പും ഫിറ്റ് ചെയ്യുക. വല്ലാതെ ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കൊന്നുമില്ല, ഒന്ന് ടെൻഷൻ ഒഴിവാകാൻ അല്ലേ? അപ്പോൾ ഇനിയോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് പച്ചയാ. അതെ, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പച്ചയിലേക്ക്, തണുപ്പിലേക്ക്, കാറ്റിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു. ഈ ലോകത്ത് അനുഭവമല്ലേ അത്? നമ്മൾ നടക്കാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലത്തേക്കാണോ നടക്കുക? അല്ല, പച്ച പിടിച്ച പ്രദേശത്തേക്ക് നമ്മൾ നടക്കും അല്ലേ? നമുക്കറിയാം, പെരുന്നാളിനൊരു പക്ഷേ പാർക്കിൽ പോയാൽ നിറച്ചു ആൾക്കാരേക്ക് എന്നാലും പോകും. എന്തേ? ഇത്തിരി കാറ്റുകൊള്ളാൻ. ആ പച്ചയിലേക്ക്, തണുപ്പിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു. എങ്കിൽ ഈ തോട്ടങ്ങളെ സൃഷ്ടിച്ചതാരാ? അവിടെയുള്ള ഒരു പുൽത്തകിടിയെങ്കിലും ഞാനോ നിങ്ങളോ സൃഷ്ടിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ തോട്ടങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, ഈ വിനോദ കേന്ദ്രങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് പറയുന്നു, ജന്നാത്തു അദിനിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ സുഹൃതം ചെയ്ത് ജീവിക്കുന്നവർക്ക് നാം തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. നിഷേധിക്കാൻ എന്ത് ന്യായം സഹോദരങ്ങളെ? സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. വരാനിരിക്കുന്ന ആ ജീവിതത്തെ നമ്മുടെ മനസ്സിനങ്ങ് ബോധ്യപ്പെട്ടാൽ ഈ ജീവിതം ഒരു പരീക്ഷണമായി തോന്നും. രോഗങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മാനസികമായി തളർന്നു പോകില്ല. നിരാശയുടെ ലോകത്തേക്ക് നമ്മൾ പോകില്ല. കാരണം ഇത് ജീവിതമല്ല, വരാനിരിക്കുന്നതാണ് ജീവിതം. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടലിൽ ഒരു വിരല് മുക്കിയിട്ട് ആ വിരല് പുറത്തേക്കെടുത്തു എങ്കിൽ നിങ്ങളുടെ വിരലിലുള്ള വെള്ളം എത്രയാ? അതാണ് ദുനിയാവ്. ആ പാരാവാരം പോലെ കിടക്കുന്ന കടലാണ് ആഖിറത്ത്. ഓ, ഈ ഒരു തുള്ളി, വീരിത്തിരി ആ വിരലിലുള്ള വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിന്റെ ലോകത്ത് ഫോൺ ചെയ്തിട്ട് തീരുന്നില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല. ദുനിയാവിന് വേണ്ടി പക്ഷേ നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ, പരലോകം എന്ന് പറഞ്ഞാൽ ഖൈറുൻ, അതാണ് ഉത്തമം, അതാണ്